നമ്മളെല്ലാ ആഴ്ചയിലും ശനിയാഴ്ചകളിലെല്ലാം ഇത് ചെയ്യാറുണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് ബാക്ക് പെയിൻകാരെ വെച്ച് മാത്രമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഹാർട്ടിന്റെ വീഡിയോ ഹാർട്ടുകാരെ വച്ച് മാത്രം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തു. അതിനു മുമ്പ് കണ്ണട മാറ്റിയവരെ വച്ച് മാത്രം ചെയ്തിരുന്നു. ഈ ആഴ്ച നമ്മൾ നടുവേദനക്കാരുടെ 10, 15, 20 വർഷമൊക്കെ ആയിട്ട് മാറാതിരുന്ന നടുവേദന മാറിയവരുടെ ചെറിയ അനുഭവങ്ങളാണ്. അതോടൊപ്പം ഇവിടെ വന്ന് ചികിത്സിക്കുന്നവർക്ക് റിസൾട്ട് ഇല്ലാന്ന് ചിലവർ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്കൊരു മറുപടി കൊടുക്കാൻ വേണ്ടി പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവരോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ചോദിക്കുന്നത്, ഇവിടെ വന്നിട്ട് റിസൾട്ട് കിട്ടിയവരൊക്കെ കൈവക്കാൻ പറയുമ്പോൾ ആ റിസൾട്ട് കിട്ടിയവര് അവരുടെ കാശ് പോയി എന്നാണ് കുറെ ആളുകൾ പറയാം. ഇവിടെ വന്നിട്ട് എന്റെ കാശ് പോയി എന്ന് പറഞ്ഞ് ചില ആളുകൾ കമന്റ് ചെയ്യാൻ വരാറുണ്ട്. ഞാൻ തിങ്കളാഴ്ച ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പറയാറുണ്ട് 98% റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് ഉണ്ടായിട്ടേ പോകൂന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ റിസൾട്ട് ഇല്ലാത്തവർ കൈ പൊക്കണ്ട, റിസൾട്ട് ഉള്ളവർ കൈവയ്ക്കാൻ മതി. ഈ ഇരിക്കുന്ന സദസ്സില് ഈ 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉള്ളവര് ഒന്ന് കൈപൊക്കി ആ വീഡിയോ എടുത്ത് തീരുന്നവരെയും നിങ്ങളുടെ കൈപൊക്കലായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നോക്കുന്നില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് അങ്ങനെ പൊക്കുമ്പോൾ അതൊരു പൊക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാക്കണ്ട. നിങ്ങളുടെ കാശ് പോയി എന്നുള്ളവര് കൈപൊക്കണ്ട, കാശ് നഷ്ടപ്പെട്ടില്ല ഇവിടെ വന്നിട്ട് ഗുണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളവര് കൈപൊക്കുക. ഇവിടെ വന്ന് കാശ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ആവശ്യം. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് കിട്ടിയവരൊന്ന് കൈവക്കിയാൽ എന്ന് പറഞ്ഞാൽ കാശ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് എനിക്കിവിടെ വന്നിട്ട് ബെനിഫിറ്റ് കിട്ടി എന്നുള്ളത്. ആ ബെനിഫിറ്റ് കിട്ടി എന്നുള്ളവരൊന്ന് കൈവക്കുക. ഇത് 1, 2 പേരല്ലല്ലോ, എത്രയോ ആളുകൾ ഉണ്ടാവണം. 1000 പേര് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ 10 പേർക്കോ 50 പേർക്കോ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ 950 പേർക്ക് റിസൾട്ട് കിട്ടിയാൽ ഈ ട്രീറ്റ്മെന്റ് ചെറുതാണോ വലുതാണോ? അതോ 5 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണ്? ഇതിൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കിഡ്നി രോഗികളുണ്ട്, മുഴകൾ ഉള്ള ഒത്തിരി ആളുകളുണ്ട്, നടുവേദനക്കാര്, കണ്ണട മാറ്റാനുള്ളവർ, കാശില്ലാത്തവരൊക്കെ ഒത്തിരി ഉണ്ട്. അത് വ്യത്യസ്ത രോഗികൾ അവർക്ക് കാശ് പോയോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കൈപൊക്കിയവരെ കൈതാത്തരുത് വീഡിയോ തീരുന്നവരെ. കാരണം ആ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴാണ് പറയുന്നത് അറിയില്ലല്ലോ. ഓക്കെ, ഇത് ഞാൻ പൊക്കിച്ച് എന്തിനാന്ന് മനസ്സിലായ, എനിക്കെതിരെ ഈ വാട്സപ്പിലൊക്കെ ഇരുന്നിട്ട് ഒരു പാവ മനുഷ്യനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്പർ കൊടുക്കുകയാണ് ചിലവര്. എന്റെ നമ്പറിൽ വിളിച്ചോ, ഞാൻ ഡീറ്റെയിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അതെന്തുകൊണ്ട് ഇത്രയും നല്ല മനുഷ്യനുള്ളതെന്നൊക്കെ ഓർത്തു. കാരണം എന്നെ പറ്റി നെഗറ്റീവ് പറയാൻ വേണ്ടി നമ്പർ കൊടുക്കും. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചപ്പോ എനിക്കിപ്പോ വിളിക്കണവർക്ക് റിപ്ലൈ കൊടുക്കാൻ സമയമില്ല, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തന്നാൽ മതി, ആ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചുതരാം, എല്ലാ ഡീറ്റെയിലും അയച്ചുതരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചു തന്നു. അപ്പൊ അതിൽ അദ്ദേഹം ഇങ്ങനെ പറയാ, ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അവരൊക്കെ കാശ് പോവുകയാണ്, വെറുതെ തട്ടിപ്പാണ് നടക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വോയിസ് കിട്ടും. അപ്പൊ ആ മനുഷ്യൻ എന്തിനാ ചെയ്യണേന്ന് എനിക്ക് അറിയില്ല. പാവമാണ്, നന്നാവാൻ വേണ്ടി ചെയ്യണമായിരിക്കും അയാളോ വേറെ ആരോ. എന്തായാലും അങ്ങനെയുള്ളവർക്ക് റിപ്ലൈ കൊടുക്കൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. എന്തുകൊണ്ടാണ് ഇയാൾ എന്ത് മണ്ടനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇവിടെ വരുന്നവർക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ കൊടുക്കുകയാണ്. അപ്പൊ ഒരാളുടെ കോളൊന്നും അല്ല പോവുക. കാരണം ഒരു നമ്പർ പോയാലുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഇവിടെ അറിയാവുന്നതാണ്. വിളിച്ചാൽ കിട്ടൂല എന്നുള്ളത് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ഇയാൾ എത്ര കോൾ എടുക്കൂ എന്നുള്ളത് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു 3 പേരെ വെച്ചിട്ട് ഒരുമിച്ച് വിളിച്ചു നോക്കി. ഇയാൾ അച്ഛനിൽ നിന്ന് കോൾ എടുക്കുന്നുണ്ട്. എന്താ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് എനിക്കറിയില്ല. കാരണം പണിക്ക് പോവാതിരിക്കണം എന്നുള്ളത് മനസ്സിലായി. ഒന്നില്ലെങ്കിൽ സൈക്കോ, അല്ലെങ്കിൽ വേറെ ആരോ പൈസ കൊടുത്തിട്ട് അയാൾ ഇരുത്തിയേക്കാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ തെളിയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്നവർക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ, ഇത്ര ആളുകൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ ഇതിൽ മരുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ രോഗം ചോദിക്കുന്നില്ല, രോഗം പറയിപ്പിക്കുന്നില്ല, മിണ്ടിക്കുന്നില്ല. അങ്ങനെയുള്ള പരാതികൾ ഉള്ളത് എന്റെ കുഴപ്പമല്ല. എന്തായാലും ഇവരുടെ റിസൾട്ടുകൾ എന്ന് പറയാം, രോഗം ചോദിക്കാതെ, അവരെ തൊടാതെ, അവരോട് രോഗം പറയാൻ വേണ്ടി വരാൻ സാഹചര്യം കൊടുക്കാതെ, മിണ്ടിക്കാതെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടുകളാണ്. സ്പീഡിൽ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് തീർക്കാം. വേഗം പറഞ്ഞു. നിങ്ങളുടെ എത്ര വർഷമായി എന്നുള്ളതും ആ മേക്ക് പിടിച്ചാൽ മതി, നീ തന്നെ പിടിച്ചാൽ പെട്ടെന്ന്. കാരണം നിങ്ങൾ മേക്ക് പിടിച്ചാൽ ശരിയാവും. എന്റെ പേര് ഉമ്മുകുൽസു എന്നാണ്. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. 10 വർഷമായിട്ട് ഭുജവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ക് ബൾജാണ് കാരണം. MRI
എക്സ്റേ ഒക്കെ എടുത്ത് കുറേ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചതാണ്, ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് 5 ദിവസമായി. ഇന്ന് നേരെ പടുത്തപ്പോൾ വളരെ വേദനകളൊക്കെ ഉഷാറായിട്ട് പോയിട്ടുണ്ട്. എത്ര വർഷം ബാക്കുള്ള നടുവേദന? 10 വർഷമായി. ഓക്കെ. പിന്നെ ഷുഗറിൻ്റെ ബുദ്ധിമുട്ടും അതുകൊണ്ട് അതിനുള്ള ടാബ്ലറ്റ് ഇപ്പോൾ 4 ദിവസമായിട്ട് കഴിക്കണില്ല. ഷുഗറിൻ്റെ ബുദ്ധിമുട്ടായിട്ട് മൂത്രം ഒഴിക്കണ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതും ഇവിടെ വന്നിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇതില് പൊക്കും. 21 വർഷമായി. 21 വർഷമായ നടുവേദനയുണ്ട്. ഓക്കെ. ഒരുപാട് ചികിത്സകള് ആയുർവേദവും അലോപ്പതിയും ഒക്കെ ചെയ്തു. ഇതുവരെ ഒരു പറ്റിയ മാറ്റമൊന്നും വന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു 50-60% സുഖമുണ്ട്. നല്ല പുറംവേദന ഉണ്ടായിരുന്നു. പുറംവേദന നല്ല സുഖമാണ്. നല്ല സുഖമായി എന്ന് പറഞ്ഞാല് പുറംവേദനക്ക് നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം. പേരൊന്നും വേണ്ട. എന്റെ പേര് സന്ധ്യയാണ്. ഇതിലേ പൊക്കും. കാസർഗോഡ് വന്നത്. കാസർഗോഡ്. എനിക്ക് മലയാളം ബുദ്ധിമുട്ട് കുറച്ച് കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ മതി. എനിക്ക് നടുവേദന, പിന്നെ സ്ലിപ്പ് ഡിസ്ക് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നെക്ക് ബൾജായിട്ടുണ്ടായിരുന്നു. കുറെ നേരം ഇരിക്കാൻ കഴിഞ്ഞില്ല, കിടക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ വന്നിട്ട് 2 ദിവസം മാറ്റുന്നുണ്ട്. കുറെ നേരം എടുക്കുക, കുറെ നേരം കിടക്കാനും ഇത് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ വേദന ഇല്ല എന്ന് തോന്നുന്നു ശരീരത്തിൽ. പഴക്കം എത്ര വർഷം പഴക്കം? 15 years. ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ചികിത്സ ചെയ്തിരുന്നോ? ഇത് ആയുർവേദം എല്ലാം ചെയ്തിട്ടുണ്ട്. 15 days അതെന്തോ ഓയിലെല്ലാം വെച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് നേരം മാത്രം നേരം ഉണ്ടാവും, പിന്നെ അങ്ങനെ തുടങ്ങും. ഇപ്പോൾ അതൊന്നും ഇല്ല, ഇപ്പോൾ അതെല്ലാം മാറ്റുന്നുണ്ട്. താങ്ക് യു. എൻ്റെ പേര് സുനിത, മലപ്പുറത്ത് നിന്ന് വരുന്നു. 3 മാസമായി ഊരവേദന തുടങ്ങി. കുറേ ചികിത്സയൊക്കെ ചെയ്തിരുന്നു. കുറച്ച് സമയം ഇരുന്നാൽ പിന്നെ നീക്കുമ്പോൾ വയറ് കടിയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ല മാറ്റമുണ്ട്. 80% വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ പേര് റഹീമ, കോട്ടോച്ചിയിൽ നിന്ന് വരുന്നു. 20 വർഷമായിട്ടുള്ള നടുവേദനയാണ്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറവുണ്ടാവും, പിന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ഒരു 75% കുറഞ്ഞിട്ടുണ്ട്. 18 കൊല്ലമായി ഊരവേദന. അലോപ്പതി, ഇംഗ്ലീഷ്, ഹോമിയോ എല്ലാം കുടിച്ചിട്ടൊന്നും ഒരു മാറ്റമില്ല. ഇവിടെ ഇപ്പം വരുന്ന 9 മാസമായി. ഇപ്പോൾ 80% എനിക്ക് മാറ്റമുണ്ട്. എത്ര ദിവസം കൊണ്ട്? ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പോൾ 5 ദിവസമായി. ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ 80% ഒക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ കമന്റ് അടുത്ത് വരും. ഇവിടെ വരുന്നവർക്ക് എന്താണ് 80% മാറണുള്ളൂ എന്ന് ചോദിക്കും. 80% മാറിയാലും 100% മാറിയാലും മാറ്റം വന്നു എന്ന് പറയുമ്പോ തന്നെ എത്രയോ വർഷം പഴക്കമുള്ള 18 വർഷം പഴക്കമുള്ള ആ പഴക്കമുള്ള സാധനത്തിന് 80% മാറ്റം വന്നത് ലാഭമാണ്. ഇനി ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് കിടക്കണമുണ്ട്. ഓക്കെ. എൻ്റെ പേര് സൂസന്ന. ഞാൻ അടുവന്ന് വരുന്നു. എനിക്ക് 8 വർഷമായിട്ട് പുറത്തുവേദനയായിരുന്നു. ഇപ്പം പരിപൂർണമായി മാറി. എൻ്റെ അടുത്ത് കൈയുടെ ഒരു വിരലും മടക്കാനും നൂർക്കാനും പ്രയാസമായിരുന്നു. അതും പരിപൂർണമായി മാറി. എൻ്റെ പേര് ഐഷ, തൃശ്ശൂർ ചേലക്കരയെന്ന് വരുന്നത്. ഞാൻ സ്ക്ലീറോഡെർമ പേഷ്യൻ്റാണ്. എനിക്ക് 2021 അറിയണത്. അതുവരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ശരീരത്തിന് എല്ലാ അവയവങ്ങളെയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. കിഡ്നിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു, ലങ്സിന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ MMF ആണ് കഴിക്കണത്. പിന്നെ റിട്രോക്സിമാബ് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് 6 മാസം മുന്നേ എടുത്തു. അത് എടുത്തിട്ട് എനിക്ക് ശരീരത്തിന് സുഖമില്ല, പെയിന് മാറുന്നില്ല, ക്ഷീണം മാറുന്നില്ല. ഇവിടെ വന്ന ശേഷം എനിക്ക് ഇപ്പോൾ 2 മാസമായിട്ട് കണ്ടിന്യൂസ് ഭയങ്കര നടുവേദനയായിരുന്നു. അടുത്ത മാസം MRI എടുത്തു നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് നടുവേദന അറിയണില്ല. പിന്നെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണട ഞാൻ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വന്ന അന്ന് തന്നെ എനിക്ക് കണ്ണിന് നല്ല മാറ്റം വന്നു. ഞാൻ ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നില്ല, കണ്ണട ഉപയോഗിക്കാതെ വായിക്കണത്. ഇപ്പോൾ മൊബൈലിൽ റിവ്യൂ ഇട്ട് ഗൂഗിൾ അതിൽ നോക്കുമ്പോൾ ഞാൻ കണ്ണട ഉപയോഗിച്ചിലേക്ക് നന്നായി കാണുന്നുണ്ട്. പിന്നെ എനിക്ക് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ ഒന്ന് കയറി നിന്ന് ഒന്ന് കയറി അങ്ങനെയാണ് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കറക്റ്റ് ഇങ്ങനെ കയറിപ്പോണ്ട്. പിന്നെ കാലിൽ ചെരുപ്പില്ലാതെ ഞാൻ ഒരു 5-6 വർഷമായിട്ട് എനിക്ക് 5 സെക്കൻഡ് പോലും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പം അതിപ്പോൾ ഞാൻ ഇവിടെ മണിക്കൂറുകളോളം നിന്നിട്ടും എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പിന്നെ എൻ്റെ ബോഡിക്ക് നല്ല ആശ്വാസമുണ്ട്, വേദന കുറവുണ്ട്, ഒരു സുഖമുണ്ട്. രോഗത്തിന്റെ പേരൊന്നും പറഞ്ഞേ. സ്ക്ലീറോഡെർമ, സിസ്റ്റമിക് സ്ക്ലീറോഡെർമ എന്നാണ്
പേര്. അതെന്താന്നുള്ളൂടെ ആൾക്കാർക്ക് ഓട്ടോമിൻ ഡിസീസ് ആണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ എല്ലാ രോഗങ്ങളെയും ബാധിക്കണ ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് ഇവർ മാസ്ക് ഒക്കെ കെട്ടി വന്നത്. എനിക്ക് വലിയ രോഗിയാണെന്ന് പറഞ്ഞത്. അതെ, ജഗതി ഇടക്കിടക്ക് പേടിപ്പിക്കുന്ന രോഗത്തിന്റെ പേരുണ്ട്. സോണയം പറഞ്ഞിട്ട് ജഗതിയുടെ ചില സിനിമകളിൽ പേരുണ്ട്. അതേപോലത്തെ പേരാണ്. റിട്രോക്സിമാബ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫുള്ള് പോകും. അപ്പോൾ ഇൻഫെക്ഷൻ വരും. ഞാൻ വാക്സിനൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ. പക്ഷെ അതിനുശേഷം ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, ഒന്നുമില്ല. നമുക്ക് 20 കൊല്ലമായി നടുവേദന. ഇപ്പം ഇവിടെ വന്നതിന് നല്ല വ്യത്യാസമുണ്ട്. MRI സ്കാനും എല്ലാം ചെയ്തിട്ട് ഇഞ്ചക്ഷൻ കൂടുതൽ വേദന വരുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കില്ല. അന്നേരം അവിടെ നോക്കും. പിന്നെ ഞാൻ പൊട്ട് കുഞ്ഞേനോ ഇന്നത്തൊന്നും പൊന്തേനൊന്നും പറ്റൂല. കുറച്ച് വ്യത്യാസമുണ്ട്. 15 കൊല്ലമായി എനിക്ക് നടുവേദന. ഉറങ്ങി നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം കുറെ മാറ്റമുണ്ട്. പിന്നെ മൂത്രത്തിന്റെ കുഴപ്പമുണ്ട്. അതൊക്കെ എനിക്ക് നല്ല ഫുള്ളായിട്ട് മാറി. മൂത്രത്തിന് എന്തായിരുന്നു? അത് മൂത്രം കുടിച്ച് നിൽക്കാൻ കഴിയാത്ത പ്രശ്നം. പിന്നെ നടുവേദനക്ക് എക്സ്റേ എടുത്തിട്ട് നട്ടെല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തെറ്റി കിടക്കാൻ മരുന്നില്ല, ഓപ്പറേഷൻ ഇല്ലാതെ ഒന്നും ഇല്ല എന്നറിഞ്ഞു. അപ്പൊ അതിൽ കുറെ മാറ്റമുണ്ട്. എൻ്റെ പേര് ആയിഷ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. ഞാൻ വീണത് ഇന്നും കാരണം തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് നല്ല മലയാളമുള്ളവരാണ്. നിങ്ങള് മലയാളികളാ. ഇപ്പൊ വേദന കുറവുണ്ട്. കുറെ ഒഴിച്ചിലും ഗുളികയും ഒക്കെ ചെയ്താണ്. ഇപ്പൊ നല്ല കുറവുണ്ട്. നല്ലോണം മാറിയിട്ടില്ല. ചെറിയൊരു കടച്ചിലുണ്ട്. എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. കുറവുണ്ട്. എത്ര കുറവുണ്ട്? നിങ്ങൾ ഈ കുറവുണ്ട് മാറി രണ്ടും രണ്ടാണ്. കുറവുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കുറവുണ്ട്. മാറിയെങ്കിൽ മാറിയെന്നും പറയണം. കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ കുറെ കുറവുണ്ട്. ആ വേർഡ് പോകൂല വായി. എൻ്റെ പേര് മാജിദ. മണ്ണാർക്കാട് നിന്ന് വരുന്നു. 2 വർഷത്തോളമായി ഈ വേദന കൂടുതൽ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. 10 വർഷത്തോളമായി വേദന തുടങ്ങിയിട്ട്. പക്ഷെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കഴിഞ്ഞ വർഷമാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റിലത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനിത് 2ാമത്തെ തവണയാണ് വരുന്നത്. 2ാമത്തെ ദിവസം തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടെ വരാന്ന് വെച്ച് ഇപ്രാവശ്യം ഒന്നുകൂടെ വന്നതാണ്. നല്ല മാറ്റമുണ്ട്. വേദന നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഡിസ്ക് ബൾജിങ് ആയിരുന്നു. നെർവ് കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു അവര് പറഞ്ഞത്. L4 L5. ഭൂരിപക്ഷം സയാറ്റിക് പെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ കാലിന്റെ പുറകിലേക്ക് ഇറങ്ങുന്ന വേദന എന്ന് പറഞ്ഞാൽ തന്നെ L4 L5 ആണ്. അതിനൊന്ന് MRI എടുത്താലേ നമുക്ക് സമാധാനമാവുള്ളൂ. കാരണം കയ്യിലിരിക്കുന്ന കാശ് കൂത്തുപോകാതിരിക്കാൻ. എൻ്റെ പേര് പാത്തുമ്മ. ഞാൻ 10 കൊല്ലമായി നട്ടന് വേദനയും ഉരവേദനയും നടക്കുമ്പോൾ. പിന്നെ കുറേ ചികിത്സയൊക്കെ ചെയ്ത് പിന്നെ 3 കൊല്ലം 2 മാസമായി ഒരു പുതക്കെട് വന്ന് തളർന്നു പോയി. ആസ്പത്രി കൊണ്ട് ഒരു ആസ്പത്രിക്ക് വന്ന് മാറി വന്ന് അക്കൂടിയെ 3 കൊല്ലം 2 മാസമായി കുടിക്കുന്നത്. ഇന്നിവിടെ വരുന്ന വരണം തലേന്ന് വന്നാൽ ഒരു ദിവസം കുടിച്ച് ഇന്നേരം നിർത്തി. പിന്നെ അന്നേരം നിർത്തിയാരപ്പം കുടിച്ചിട്ടില്ല. പിന്നെ സുഖമുണ്ട് എല്ലാവരും. പൊക്കോട്ടെ, അവര് പൊക്കോട്ടെ. എൻ്റെ പേര് ലിഷ സാബു. കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈ 12 വർഷത്തോളമായിട്ട് നടുവേദനയാണ്. ഇതുപോലെ തന്നെ ഡിസ്ക് ബൾജായിരുന്നു. കഠിനമായ വേദന ആയതുകൊണ്ട് ഞാൻ ഒരു 3-4 മാസം മുമ്പ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ചികിത്സ ചെയ്തിട്ടുണ്ട്. എല്ലാ ചികിത്സ ചെയ്തതിനേക്കാളും എനിക്ക് ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. ഇവിടുന്ന് 80% എനിക്ക് റിക്കവറി ആയിട്ടുണ്ട്. അതുപോലെ മൈഗ്രൈൻ്റെ തലവേദനയാണെങ്കിൽ ഒരു 15 വർഷത്തോളമായിട്ടുണ്ടായി. പക്ഷേ ഇവിടെ വന്ന പിന്നെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് ഷംല. 5-6 വർഷമായി ഉരക്ക് വേദന വന്ന. അപ്പോൾ 18 വർഷം മുമ്പ് എനിക്കൊരു കീമോ ചെയ്തിരുന്നു, ലിംഫോമാൻ്റെ. അപ്പോൾ അതിനുശേഷം ആ വേദനയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വേദന ഫുള്ളും കുറഞ്ഞ് ഷുഗറിൻ്റെ ഗുളിക നിർത്തി. പിന്നെ എല്ലാം നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട് എനർജി കിട്ടി. ശരീരത്തിന് നല്ല സമാധാനമുണ്ട്, മനസ്സിന് സമാധാനം കിട്ടി.
എൻ്റെ പേര് റസീല. കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്ന് വന്നതാണ്. 5 വർഷം മുന്നേ ഊരവേദന, നടുവേദനയായിരുന്നു. അതിൻ്റെ കൂടെ വേക്കിൽ കാലുവേദന എല്ലാം ഇവിടെ വന്ന് മാറി. അതിൻ്റെ കൂടെ കണ്ണിന് നല്ല കാഴ്ചയും റെഡിയായിട്ടുണ്ട്. എൻ്റെ പേര് റസീന. ഞാൻ മലപ്പുറത്ത് നിന്ന് വന്നതാണ്. വന്നിട്ട് 4 മാസം ഞാൻ വീണിട്ട് ബട്ടക്സിൽ ചതവ് വന്നതാണ്. എനിക്ക് കുഷ്യനില്ലാതെ ചെയറിൽ ഇരിക്കാനോ മലർന്ന് കിടക്കാനോ കഴിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് 1-ാം ദിവസം തന്നെ എനിക്ക് ചെയറിൽ വലിയ രീതിയിൽ ഇരിക്കാൻ കഴിഞ്ഞു. അപ്പം മലർന്ന് കിടക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. എൻ്റെ പേര് സുബൈദ, കോഴിക്കോട് നിന്ന് വരുന്നത്. നമുക്ക് 18 വർഷത്തോളമായി കാലിലേക്ക് ഇറക്കുന്ന വേദന, കഴുത്തിന് കയ്യിലേക്ക് ഇറക്കുന്ന വേദന തന്നെ നല്ല മാറ്റമുണ്ട്. പിന്നെ കണ്ണട ഒഴിവാക്കി 2-3 ദിവസമായി. പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നിർത്തി വെച്ചിട്ട് ശരി. എൻ്റെ പേര് മൈമുനത്ത്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് നടുവേദന 3 വർഷമായി. ക്രിയാറ്റിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം ഉണ്ടായതാണ്. പിന്നെ കാലിന് നീര് വരും. ഇത്ര അധികം ഒന്നും തൂക്കിയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാലിന് നീര് വരും. ഇവിടെ വന്നാൽ നീരുണ്ടായിട്ടില്ല, മസിൽ കയറലുണ്ടായിട്ടില്ല, മൂത്രപ്പത്തിൽ പതുണ്ടായിരുന്നു, അതും ശരിയായി. എനിക്ക് ആകെ ആശ്വാസമായിട്ടുണ്ട്. രാത്രി ഉറക്കം കിട്ടുന്നു. എല്ലാം സുഖം സാറിന് നന്ദി. എൻ്റെ ഒരു സുബൈദ, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. പാണ്ടിക്കാട് നിന്നാണ് വരുന്നത്. കാലിന് വേദന ആദ്യം തുടങ്ങിയത് 3 കൊല്ലമായി. കാലിന് വേദന, മുട്ടുവേദന, കാല് 2 വളഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഊരവേദന തുടങ്ങി. MRI സ്കാനിങ് എടുത്തു. ആ മുട്ടും കാലിനും വേണം ഓപ്പറേഷൻ, ഊരൊക്കെ വേണം. ഇപ്പം കൗത്തിന് തുടങ്ങി. കൗത്തിന് തേമാനുണ്ട് കാരണം. അപ്പം ഇത് കേട്ടപ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഞാൻ ഇപ്പം സുഖമുണ്ട്. വേക്കിലൊരു മൊയ ഉണ്ടായി. അപ്പം ഒന്നും കാണാനില്ല. പോയി. പിന്നെ വേറെ നല്ല ശോധന കിട്ടി. പിന്നാന്ന് ഗ്യാസ് നല്ലോണം പോയി. പിന്നെ ഇവിടെ ഇരുന്ന് കണ്ണടച്ചിരുന്നപ്പോൾ 23 വട്ടം മേപ്പെട്ട് സൗണ്ട് ഇങ്ങനെ ഗ്യാസ് പോവുക, ഓട്ടാവി ഇടുക. അപ്പം അങ്ങനെ സുഖമുണ്ട്. ഇപ്പം ഞങ്ങൾ പോവുകയാണ്. ഹോട്ടൽ കച്ചവടമായിരുന്നു. അപ്പം അത് ചോറൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, കുനിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഊരക്കും വേണം ഓപ്പറേഷൻ, 2 മുട്ടിനും ചെറുതാണ്. അപ്പോഴാണ് പെരലിക്കും സ്കാനിങ് എടുത്ത് നോക്കുമ്പോൾ പെരലിക്കും കൊണ്ട് തേമാനെന്നാണ്. ഇപ്പം സുഖമുണ്ട്, കല്യാണത്തിനില്ല. എല്ലാ കാര്യം കൊണ്ടും പ്രായത്താണ്. കുറേ ആൾക്കാർ ഇത് ഇഞ്ചത് കണ്ടിട്ട് അവിടുന്ന് വരാനുണ്ട്. ഹോട്ടൽ കച്ചവടമാണെങ്കിലേ ഫുഡിന്റെ കാര്യത്തിൽ ശരിക്കും ശ്രദ്ധിച്ചോളാം. ഗ്യാസൊക്കെ പോയത് അതിനാണ്. ഇനി ആ ഗ്യാസ് ഇനി ഉണ്ടാക്കരുത്. ഹോട്ടൽ കച്ചവടം നിർത്തി വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് വേറെ സാമ്പത്തികമൊന്നുമില്ല. 4 പെൺകുട്ടികളാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. അസ്സലാമലൈക്കും. കൊല്ലത്തുനിന്ന് വരുന്നതാണ്. ലൈല എന്ന പേര്. പക്ഷേ എൻ്റെ നട്ടലിൻ്റെ തുമ്പിന് എപ്പോഴും വേദനയാണ്. എനിക്ക് തലങ്ങണി ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഈ കസേരയൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഇരുന്നിട്ടും ഒന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല. വേദനയൊക്കെ കുറഞ്ഞ്. പിന്നെ എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ പാൻക്രിയാസിൽ കല്ലുണ്ട്. ഇത്രയും അസുഖമുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഗ്യാസ് നല്ല കുറവുണ്ട്. പിന്നെ മുട്ടുവേദന ഉണ്ടായിരുന്നു. മുട്ടുവേദനയും നല്ല കുറവുണ്ട്. പിന്നെ ഇച്ചിരി നീര് മാത്രം കാലിൻ്റെ പത്തിക്കുള്ളൂ. ബാക്കി മനസ്സിന് സമാധാനം, സന്തോഷവും എല്ലാം ഉണ്ട്. എൻ്റെ പേര് സുലോചന, കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. ഞാൻ കുറേ നാളായിട്ട് കാല് വേദനയും നടുവേദനയും ആയിട്ട് മരുന്ന് ഒരുപാട് കഴിച്ചു. ഇതുവരെ ഒരു മാറ്റം കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് നടക്കാനും പറ്റുന്നുണ്ട്. കാലിൻ്റെ വേദനക്കും മാറ്റം കിട്ടി. ഉറക്കം കിട്ടുന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. കിടന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ചരിഞ്ഞ് കിടക്കാൻ പറ്റൂല. ഇവറും കിടക്കുമ്പോൾ എനിക്ക് ഈ ഭാഗം കിടക്കണം. അപ്പം കിടക്കുന്ന ഭാഗത്തൊക്കെ വേദനയായിരുന്നു. ഇപ്പോഴതിനുള്ള ഒരു ലൂസ്, ഇങ്ങനെ ഒരു ടൈറ്റ് പോയതുപോലെ കുറച്ച് നല്ല ബോഡിക്കൊരു നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പിന്നെ തലവേദന ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡ് മുഴുവൻ എപ്പോഴും വേദനയാണ്. അവിടെ കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം വേദനയായിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. രോഗം
രോഗങ്ങള് സത്യത്തിൽ പറഞ്ഞിട്ട് മാറലും പറയാതെ മാറലും ഒരു രസമാണ്. ഹലോ, ഇവിടെ പൊതുവിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് രോഗങ്ങൾ പറയിക്കൂല. രോഗങ്ങൾ പറയാൻ സമ്മതിക്കൂല. അയാളുടെ അടുത്ത് പോയി അയാൾ ഈ കണ്ട് ചിരിച്ചാണിക്കുന്ന ആളല്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാൾ മൈൻഡ് ചെയ്യൂല എന്നാ പറയാം. നമ്മൾ മൈൻഡ് ചെയ്താൽ നമ്മളെ തിന്നുമാര്, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താക്കണ്ട, സംസാരിക്കണ്ട, രോഗം പറയണ്ട എന്ന് പറഞ്ഞിട്ട് കിട്ടിയ റിസൾട്ടുകൾ അത് ചെറിയ റിസൾട്ട് അല്ല. അത് ബാക്ക് പെയിൻ പറയാൻ കാരണം ഡിസ്കിന് കംപ്ലൈന്റ് വന്നാൽ എൻ്റെ കൊച്ചാപ്പ ഇടക്കിടക്ക് പറയാറുണ്ട്, എൻ്റെ കൊച്ചാപ്പാക്ക് നടുവേദനയാണ്. അപ്പൊ ഡിസ്കിന്റെ ഇടയിൽ ഞരമ്പ് കുടുങ്ങി കിടക്കുകയാണ്, അപ്പൊ ഡിസ്കിനെ തെറ്റി കിടക്കുകയാണ്, അതിന് നിന്റെ സൂചി അങ്ങ് കുത്തിയ എന്റെ ഡിസ്ക് എങ്ങനെയുള്ള നേരാവണേ എന്ന് ചോദിക്കുന്ന ആള് അവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. എന്റെ കൊച്ചാപ്പ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിന്റെ ഡിസ്ക് നിന്റെ ട്രീറ്റ്മെന്റിന് വന്നിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും പുള്ളി എന്ത് ചെയ്യാണ്, മരുന്നൊക്കെ കുടിച്ച് നല്ല വൈദ്യന്മാര് നല്ല ഡോക്ടർമാര് പറയണ കേട്ട് നടക്കാണ്. അപ്പൊ ഡിസ്ക് ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ആവശ്യക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ചില ആവശ്യക്കാരിൽ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയേ ഇതേപോലെ ആരോ പറഞ്ഞത് കേട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ലൈവ് ചെയ്യുന്നത്. ലൈവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താ, എഡിറ്റ് ചെയ്ത് പറയണതല്ലല്ലോ, ഇവിടുത്തെ നടന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ അനുഭവം തന്നെ പറഞ്ഞതാണ്, എഡിറ്റ് ചെയ്തതല്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് തന്നെ ഇടുന്നത്. ഇന്നലെ നമ്മൾ അല്ലാതെ കുറെ പേഷ്യൻസ് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലും പറയാനുള്ളവരുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് വേണമെങ്കിൽ വരാം. ഇവരെ രണ്ടുപേരുടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അല്ലെങ്കിൽ പറയാൻ അത്രക്ക് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിനക്ക് കിട്ടിയ അനുഗ്രഹം അത് ഞാൻ തന്നതൊന്നുമല്ല, വൈദ്യനിൽ നിന്ന് വന്നതല്ല. എന്തായാലും വൈദ്യം സത്യത്തിൽ വൈദ്യനിലുള്ളതല്ല, അത് പ്രകൃതിയിൽ നിന്ന് നിനക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് നിനക്ക് തന്നതും നിന്റെ ദൈവം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നീ ആരെയാണോ ആരാധിക്കുന്നത് അവൻ തന്നെയാണ് നിനക്ക് തന്നിട്ടുള്ളത്. അപ്പോ ആ തന്നതിന്റെ അനുഗ്രഹം എല്ലാവർക്കും ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സെപ്പറേറ്റ് പറയാൻ വേണ്ടി വരാറുണ്ട്. ഇന്നലെ ഒരു സ്ത്രീ വന്നിട്ട് കാലില് കംപ്ലീറ്റ് പൊട്ടിയിരിക്കായിരുന്നു, അതൊക്കെ എങ്ങനെയും ഉണങ്ങിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പൊക്കി കാണിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് പറയാനാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ റിവ്യൂസ് ആണ് നമുക്ക് ആവശ്യം. ഗൂഗിൾ റിവ്യൂ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും ഗൂഗിൾ റിവ്യൂ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഹയന്മാര് ആദ്യം നോക്കുക ഗൂഗിൾ റിവ്യൂ ആണ്. അപ്പോൾ ഇവിടെ വന്ന് പോകുന്ന നെഗറ്റീവ് കിട്ടിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ പകരം ഇവിടെ വന്ന് ഇത്ര റിസൾട്ട് കിട്ടിയവർ ഇത്രയും പേര് പറഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമാവും. പക്ഷെ ഇവിടെ വരുന്നതിൽ ഭൂരിപക്ഷവും കാരണന്മാരായതുകൊണ്ട് പൊതുവിൽ ആ ഒരു പണി കുറവാണ്. പറഞ്ഞു. എന്റെ പേര് പണി ഓൺ ചെയ്തിട്ടില്ല. എൻ്റെ പേര് മണികണ്ഠൻ. ഞാൻ പാലക്കാട് ജില്ല പട്ടാമ്പിന്നാണ് വരുന്നത്. എനിക്ക് 24 വർഷത്തിന് മുന്നേ ഞാൻ കണ്ണട വെച്ച് തുടങ്ങിയതാ. ആ കണ്ണടക്ക് മാറ്റി കണ്ണട മാറ്റി. അതേപോലെ ഊരവേദന ഒരു 10-15 വർഷത്തിന് മുന്നേ ഉണ്ട് ഊരവേദന. അതിപ്പോൾ നല്ല മാറ്റമുണ്ട്. കണ്ണട ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും ആ സ്പീക്കർ ഒന്ന് തിരിച്ചു സാറിന് നന്ദി. കണ്ണട എത്ര വർഷമായതാ? 24. എന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ണടയുടെ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ 24 വർഷമായിട്ട് കണ്ണട വെച്ചവർക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ കണ്ണടയേക്കാളും പവർഫുള്ളാണ് നമ്മുടെ ഹീലിംഗ്. കാരണം ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൂട്ടിക്കോ കണ്ണട മാറ്റി തരാമെന്ന് പറയുന്ന ചികിത്സ ഉണ്ടോ എന്ന് നോക്കിയോ. അക്യുപഞ്ചറിസ്റ്റുകളിൽ പലരും കണ്ണട വെച്ചിട്ടിട്ടുണ്ടാവും. ഇതിൽ അക്യുപഞ്ചറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ കൈവക്കി, അക്യുപഞ്ചർ ചെയ്യുന്നവർ കൈവക്കി. അക്യുപഞ്ചറിന്റെ പഠിച്ച ആളുകൾ 1-2 ഇവിടെ ഉണ്ടാ പഠിച്ചത് 2 ആളുള്ളൂ. താങ്കൾ പഠിച്ചതല്ല. ഓക്കെ, 2 ആളല്ല. ഒരാളതും അത് മോനാണ്. ഇവിടെ വേറെ ആരോ ബുക്ക് ചെയ്യാറുന്നല്ലോ, 2 ആള് ബുക്ക് ചെയ്യാറുന്നല്ലോ. ആരാ അക്യുപഞ്ചർ പഠിച്ചവരാരാ? ഒരാളുള്ളൂ. ഓക്കെ, അപ്പൊ ഹലോ, എൻ്റെ പേര് അബ്ദുള്ള. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് സ്പെഷർ ഉണ്ടായിരുന്നു, മുട്ടുവേദന ഉണ്ടായിരുന്നു,
പുറം വേദന ഉണ്ടായിരുന്നു. പുറം വേദന ഏകദേശം 90% കുറവായിട്ടുണ്ട്. മുട്ടുവേദനയും പരമാവധി കുറച്ചിട്ടുണ്ട്. പിന്നെ പ്രഷറുണ്ട്, ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഹാർട്ടിൻ്റെ സംബന്ധമായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഗുളികകൾ കുടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം 2-3 ദിവസമായി ഗുളികകൾ നിർത്തിയിട്ട്, പ്രഷറിൻ്റെ ഗുളിക നിർത്തിയിട്ടുണ്ട്. രക്തോട്ടത്തിൻ്റെ ഗുളിക മാത്രം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയെല്ലാം നിർത്തിയിട്ടുണ്ട്. നല്ലൊരു ആശ്വാസം ആയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ എല്ലാം നല്ല സുഖമുണ്ട്. അൽഹംദുലില്ലാ. ഇത് കണ്ട് സാറിനെ എനിക്ക് നന്ദി. അങ്ങോട്ട് കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു. എൻ്റെ പേര് സെയ്ദ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നായിരുന്നു. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് നടക്കാനോ ഒന്നും പറ്റാതെ വന്നത്. ഈ വേദനകൾ മാറിയത് എനിക്ക് വ്യാഴാഴ്ചയിലൊന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഈ ശരീരം മൊത്തം വേർത്തിട്ട് അങ്ങനെ ആ വ്യാഴാഴ്ചയിലൊന്ന് മാറി. ആ വേദനകൾ 70% കൂടുതൽ മാറി. ആരാ അവിടെ സംസാരിക്കണേ? 70% കൂടെ മാറി. എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റിയില്ല സാർ, ഉറങ്ങാൻ പറ്റിയില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടു, സങ്കടം കൊണ്ട് മാറിയില്ല. സന്തോഷം. എനിക്ക് ഇതിന് മുമ്പേ വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം. 8 കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമം മാറി കിട്ടിയത്. 8 കൊല്ലം അല്ല അനുഭവിച്ചത് കണക്കില്ല. അത് എനിക്ക് മാറി കിട്ടിയപ്പോൾ ഇനിയും പലതും മാറാണ്ട്. പക്ഷേ ഇത് മാറിയത് എൻ്റെ വലിയ ഇത്. ഞാനൊരു ഓട്ടോ ഓടിക്കുകയാണ്. ഞാൻ പണ്ട് പല പണി ചെയ്തു, പൈസ ഒരുപാട് വന്നു ചെയ്തു. ഇന്ന് ഓട്ടോ ഓടിക്കുകയാണ്. എനിക്ക് 3-4 മാസമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ആ കണ്ടീഷനിലായി ബുദ്ധിമുട്ടി കാശ് കടം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ വന്നതിന് പ്രതിഫലം ഉണ്ടായി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാൻ സന്തോഷമാണ്. ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ് ഉറങ്ങാൻ പറ്റിയില്ല. വായ് പൊളിക്കും, ഇങ്ങനെ പൊളിക്കും മാത്രമുണ്ട്. അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. സന്തോഷം കൊണ്ടാണ് എൻ്റെ ഉറക്കം പോയത്. സങ്കടം അത്രയ്ക്ക് എനിക്കുള്ള അസുഖം പാടിമാറൊന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാ നിങ്ങളെങ്ങനെ കരയണത്? എത്ര വലിയ മനുഷ്യനിൽ നിന്ന് കരയാവോ? നാല് മാസമായിട്ട് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റിയില്ല. ഇപ്പൊ വരാൻ പറ്റിയില്ലേ? ആ, അത് ലാഭമല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഭയങ്കര കരച്ചിലായി പോയല്ലേ? കുടുംബക്കാര് വരാൻ സമ്മതിച്ചില്ലായിരുന്നു. വെരി ഗുഡ്. വെരി ഗുഡ്. കുടുംബക്കാര് വരാൻ സമ്മതിച്ചില്ലായിരുന്നു. പുള്ളിയുടെ ഇഷ്ടത്തിന് വന്നതാണ്. ഇപ്പോ സമാധാനമുണ്ട്. പോകാതെ വന്നതാണ്. 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാതെ. ഓക്കെ 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 മതി. പോയിരുന്നോ? ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാണ്, പോയില്ല. ഇനി പോകണ്ട, പ്രശ്നം തീർന്നു. കാരണം അന്ന് നിങ്ങൾ പോയിരുന്നോ? ഒരു ദിവസം അയാളൊന്ന് പേടിച്ചു പോയി. സത്യത്തില് ഒരു പ്രാവശ്യം രാവിലെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തൊക്കെയോ സംഭവമായി. അങ്ങോട്ട് വേർത്ത് കുളിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം എല്ലാം വന്നിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് പറ്റില്ല, എന്നെ കൊണ്ട് ഇരുന്ന കണ്ണടച്ചാലുടനെ എനിക്ക് വെപ്രാളം. അത് എന്തായിരുന്നു അറിഞ്ഞൂടാ വെപ്രാളം വന്നത്. ഇത് മാറാനായിരുന്നു എന്ന് മനസ്സിലായത് വ്യാഴാഴ്ചയാണ്. എന്താ അങ്ങനെ സന്തോഷം? ഇതോണാണ് വെപ്രാളം വന്നത്. മാറാനായിരുന്നു എന്ന് വിചാരിച്ചത് വ്യാഴാഴ്ച. ഓക്കെ 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 വേഗം പോയിരിക്കും. അശ്വിനി എന്ന് പറഞ്ഞാൽ ആള് ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം പോലെ ഇരിക്കുമ്പോ വെപ്രാളം വരുമായിരുന്നു, ചില അസ്വസ്ഥതകൾ വരുമായിരുന്നു. അങ്ങനെ അസ്വസ്ഥതകൾ വന്നവരൊക്കെ കൈവയ്ക്ക്. കണ്ണടക്കുമ്പോ അസ്വസ്ഥത വരും, എന്തൊക്കെയോ അസ്വസ്ഥതകൾ വരും. അങ്ങനെയുള്ളവരൊക്കെ കൈവയ്ക്ക്. ഒരാളൊന്നല്ല, കുറെ ആളുകളുണ്ട്. അപ്പൊ വീഡിയോയിൽ എടുത്തു വെച്ചാൽ
ഞാൻ ശരിക്കും നമ്മൾ കൊടുത്ത് ഞാൻ ശരിക്കും മരിച്ചു പോന്നാന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും മരിച്ചു പോകുന്നാ വിചാരിച്ചത്. അങ്ങനെ മരിച്ചു പോകുന്നു വിചാരിച്ച കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഒന്ന് കഴിയോക്കെ മരിച്ചു പോകുന്നു, അതായത് ട്രീറ്റ്മെന്റിൽ ഇരിക്കുക, എന്തൊക്കെയോ നടന്നിട്ട് എന്തൊക്കെയോ മരിച്ചു പോകുന്നു വിചാരിച്ച അവസ്ഥ ഉള്ളവരൊക്കെ കഴിയോക്കെ ഉണ്ടാവും. 1-2 പേരല്ല, കുറെ ആളുകളുണ്ട്. ആ ഒരു അവസ്ഥയാണ് പുള്ളി സംസാരിച്ചത്. കാരണം പുള്ളി എന്ത് ചെയ്തു, ഒരു ദിവസം ട്രീറ്റ്മെന്റിൽ ഇരുന്നപ്പോ എന്തൊക്കെയോ ആയി, ആകെ വേർത്ത് കുളിക്കാൻ തുടങ്ങി, ആകെ സീനായി. അപ്പൊ 2ാമത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. രാവിലെ വന്ന ആള് 2ാമത്തെ സെഷൻ കഴിഞ്ഞിട്ടാ പോയേ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, എന്തെങ്കിലും അസ്വസ്ഥതകളോ വേദനകളോ വന്നാൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോകരുത്. അത് നമ്മൾ പറയാറുള്ള ഒരു സാധന. എന്നാൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് നേരെ ചായക്കടയുടെ മുമ്പിൽ പോയി തലയിറങ്ങി വീണവരും ഉണ്ട്. അത് അവരുടെ കുഴപ്പമാണ്. ഇദ്ദേഹത്തിന് പ്രശ്നം വന്നപ്പോ പറഞ്ഞപ്പോ നമ്മൾ അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ തന്നെ ഇരുന്നു. 2ാമത്തെ സെഷൻ കഴിഞ്ഞാണ് ആള് പോയത്. അന്ന് അയാൾക്ക് സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്നാണ് അയാൾ പറയണേ. മനസ്സിലായോ? കാരണം ലോട്ടറി അടിച്ച പോലെയാണ്. ഒരു കോടി ലോട്ടറി അടിച്ച പോലെ ആയിപ്പോയി. അതുകൊണ്ട് സന്തോഷം കൊണ്ട് ഉറങ്ങാൻ, കാരണം മരിച്ചുപോയി എന്ന് അയാൾ പേടിച്ച് ആകെ ഇടങ്ങേറായിട്ടിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇടങ്ങേറായ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അസ്വസ്ഥതകളോ വേദനകളോ ഉള്ളവർ എഴുന്നേറ്റ് പോകരുത് എന്ന് പറഞ്ഞത്. വേദനകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ യൂട്രസില് അല്ലെങ്കിൽ ഓവറിൽ പ്രശ്നം ഉണ്ടെങ്കിൽ മുട്ടുവേദന വരും, കാലുവേദന വരും. ബ്രെയിനിൽ ട്യൂമർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാലുവേദന വരും. അപ്പോ കാലുവേദനയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിരിക്കണ്ട. എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കുമ്പോ പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. ഇത് നമ്മൾ പറയാറുള്ളതാ. അതിന്റെ കാരണം ഇതാണ്, പൂർണ്ണമായും മാറാൻ അത് മതിയാവും. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഞാനിതിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇത് കാണൽ, പക്ഷെ അത് അത്ര മൈൻഡ് ചെയ്യലില്ല. കാരണം പല ട്രീറ്റ്മെൻറ്റുകളും അക്കിപഞ്ചറുകളും അത് ഇതുണ്ട്, പക്ഷെ ആർക്കും വലിയ ഗുണമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇത് കാണും, മരുന്നില്ലാണ്ട് ഇതിൻ്റെ അസുഖം മാറ്റുമെന്ന് പറഞ്ഞപ്പം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പഞ്ചേന്ദ്രിയങ്ങളെ ലെവൽ ചെയ്തിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ കുറച്ച് വിശ്വാസമുണ്ട്. അങ്ങനെ 2-3 പോയിൻ്റ് പിടിക്കാനുള്ള ഇത് പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള സംഗതി യൂട്യൂബിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വരാനൊന്നും വേണ്ടിയല്ല, ഈ പ്രഷറിൻ്റെ ഇത് പിടിച്ചു നോക്കി. മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്ന ആളാണ്. ഇതൊരു 2-3 ദിവസം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പ്രഷർ കുറഞ്ഞിരിക്കും. ശരീരത്തിൽ നമുക്ക് അതിനെ പറ്റി അറിയാം. അപ്പം ഞാൻ ഹലോ നിങ്ങൾ എന്തെങ്കിലും കേട്ടാ? പ്രഷറുകാർ കൈവോക്കിയേ താത്തിക്കോ. ആ പ്രഷറുകാർ കൈപൊക്കിയവര്, നിങ്ങൾക്ക് ഈ മുദ്ര അറിയാവുന്നവര് കൈവോക്കിയേ. കുറച്ചവരുള്ളൂ. ഇത് കേട്ടോട്ടാ, നല്ലതാ. നിങ്ങളുടെ ബുക്കിന്റെ ബാക്കിൽ കിഡ്നി രോഗികൾ പിടിക്കേണ്ട മുദ്രയുണ്ട്, പ്രഷറുകാർ പിടിക്കേണ്ട മുദ്രയുണ്ട്, ഷുഗറുകാർ പിടിക്കേണ്ട മുദ്രയുണ്ട്. അത് നിങ്ങൾ ഏത് മുദ്ര ബുക്ക് മേടിച്ചാലും എന്റെ മുദ്ര ഉണ്ടാവില്ല. കാരണം അത് എന്റെ മുദ്രാ തെറാപ്പിയാണ്. ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അക്യുപങ്ചറിന്റെ ബേസ് ചെയ്ത് മുദ്രാ തെറാപ്പി, ഇന്ത്യൻ മുദ്രാ തെറാപ്പിയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ സിസ്റ്റമാണ്. അതിന്റെ റിസൾട്ട് അദ്ദേഹം പറയണേ. പഞ്ചഭൂതങ്ങൾ ബാലൻസ് ചെയ്താൽ രോഗം മാറുമെന്ന് അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ മുദ്ര പിടിച്ചു നോക്കിയെന്നും BP മുദ്ര പിടിച്ചപ്പോ മാറിയെന്നും സമാധാനം കിട്ടിയെന്നും പറഞ്ഞതാ. അപ്പൊ മരുന്നിനേലും വലുതാണ് നിന്റെ കയ്യിലെ ആ വര. നിന്റെ കയ്യിലെ വരയിൽ നിനക്കൊന്ന് പിടിക്കാൻ പറ്റിയാൽ ആ BP മാറുമെന്ന് അറിയാം. ഈ പോത്തുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതിനെ എതിർക്കുന്ന പോത്തുകളില്ലേ, അവർക്ക് അയച്ചു കൊടുക്കുന്ന ഈ BP മരുന്ന് കുടിക്കണ്ടെങ്കിൽ നിനക്ക് മനുഷ്യനായി ജീവിക്കാൻ പറ്റും. വെറുതെ ഒന്ന് പിടിച്ചു നോക്കൂ, ആ BP മുദ്ര പിടിച്ചു നോക്കൂ, മരുന്ന് കുടിക്കുന്നതിലും സുഖം അതിലുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് അയച്ചു കൊടുക്കും. ഈ വീഡിയോ കേൾക്കണവരും അയച്ചു കൊടുക്കും. അപ്പൊ BP ഇന്ന് ആളുകളെ കൊല്ലുന്നതാണെങ്കിൽ ആ BP മാറാൻ ഒരൊറ്റ മുദ്ര മതി. ജീവിതകാലം മുഴുവൻ മരുന്ന് കുടിക്കണ്ട. ജീവിതകാലം മുഴുവൻ നിന്റെ വിരലും ഒന്ന് പിടിച്ചാൽ പോരെ. നിനക്കെന്താ കുഴപ്പം? ഇതിലും പോവോ? നഷ്ടം വരുമോ? സൈഡ് എഫക്റ്റ് ഉണ്ടാവോ? പിടിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ പോരെ. ഇവർ പറയണത് നിങ്ങൾ കേട്ടോ. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യും. അപ്പൊ ഈ BP ഉള്ളവർക്ക് സ്ട്രോക്ക് വരുമെന്നുള്ള ഇത് വന്നിരുന്നു. അപ്പൊ അതും കൂടെ കേട്ടപ്പോൾ ഭയങ്കര പേടിയായി. എന്താ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടെന്നുള്ള ബേജാറിൽ
ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ഡോക്ടറുടെ ഇത് കണ്ട് ഞാൻ ഇതിൻ്റെ മുദ്ര പിടിക്കുന്നു. മുദ്ര പിടിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ ഷുഗർ വളരെ പുറകോട്ട് വന്നു. അല്ലെങ്കിൽ 3 ഗുളിക ഞാൻ ദിവസം വെച്ച് കഴിക്കുന്നതാണ്. 3 ഗുളിക ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. നല്ല BP ആണുള്ളത്. അവസാനം ഇത് വന്നപ്പോൾ അപ്പോൾ എനിക്ക് അത് കുറഞ്ഞു. രണ്ടാമത് വേദന വരുന്നതിൻ്റെ മുദ്ര പിടിച്ചു. അതും വളരെ കുറവാണ്. വേദന വന്നാൽ അന്നേരം പിടിച്ചാൽ ഇത് വേദന കുറയും. പിന്നെ ഷുഗറിൻ്റെ ഷുഗറിൻ്റെ മുദ്ര പിടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായ നെഞ്ചിനകത്ത് എന്തോ കയറ്റി വെച്ചത്, വയറ് ഭയങ്കര വീർത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഇതെല്ലാം എന്ത് ചെയ്തു? ഇത് പിടിക്കുന്നതിനോടുകൂടി നോർമലായി പോകുന്നു. വയറ് വീർത്തിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. കുനിയാനും വയറൊട്ടാനും എല്ലാം ഇതാണ്. അപ്പം ഇത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാനിത് പറയുന്നത്. ഇവിടെ വരുന്നതിന് 1.5 മാസം മുമ്പാണ് ഞാൻ BP-ൻ്റെ ഇതിൽ കണ്ടിട്ട് ഞാൻ മുദ്ര പിടിക്കുന്നത്. ഇവിടെ വന്ന് അതിന് മുമ്പ് എനിക്ക് റിസൾട്ട് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ, തൈറോയ്ഡുണ്ട്. തൈറോയ്ഡിൻ്റെ മുദ്ര പിടിച്ചിട്ട് ഇപ്പം 2-3 ദിവസമായി. അതിനും വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് ശിവ നൽകുന്ന ഒരു വേദന. പിന്നെ ശരീരത്തിൽ അല്ലറ ചില്ലറ സ്ഥലത്തുള്ള അതെല്ലാം പോയിരിക്കുന്നു. കാലിന് ഭയങ്കര തരിപ്പ്, അതെല്ലാം പോയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അസ്സലാമലൈക്കും. മലപ്പുറം പെരുന്തൽമണ്ണെന്ന് വരുന്നു. മുഹമ്മദ് പേര്. 26 വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. 2 നേരം ഇൻസുലിൻ ചെയ്തിരുന്നു, ഗുളികൾ കഴിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് തിങ്കളാഴ്ച രാത്രി തൊട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. നല്ല മാറ്റം തന്നെയാണ്. കാലിൻ്റെ അടിയിൽ ചുട്ട് നിറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കണം, എല്ലാം മാറിക്കണം. പിന്നെ ഇനിയിപ്പോൾ മാറാനൊന്നുമില്ല. 2 ദിവസത്തെ അല്ല മാറിയതെല്ലാം മാറിക്കണം. വന്നതിലൊക്കെ മാറിക്കോ. ഇനി 1-2 ചെറിയ പ്രശ്നമുണ്ട്. അതിന് 2 ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഇനിയും ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് മാറാത്തത് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, ഇതിൻ്റെ പറയത്തില്ലേ. ഒന്ന് ആണിരോഗമാണ്, ഒന്ന് അത്യാത്തിന് ഇരുന്നിട്ട് കാല് മടക്കി വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അത് 2 ചെറിയ ചെറുതിന് ബാക്കിയുണ്ട്. ആണിരോഗം അത് കുറേ 15 അല്ല ഒരു 50 വർഷമായിരിക്കും. അത് പെട്ടെന്ന് മാറുന്നു പറയാൻ പറ്റില്ല. ശരി, നോക്കി. അസ്സലാമലൈക്കും. ആണിയുള്ളതിന്റെ ചുറ്റിനും ഗ്രീൻ കളർ സ്കെച്ച് പെൻ അടിച്ചാൽ കാലിലെ ആണി മാറിക്കോളും. കാലിൽ ആണിയുള്ളവര് കുഴപ്പമില്ല, ഫിക്സ് ആണ്. എന്താ HT പ്രസ് ചെയ്തു. പറഞ്ഞോ. നിങ്ങള് നോക്കണ്ട. എൻ്റെ പേര് ഇബ്രാഹിം. ഞാൻ കാസർഗോഡ് നിന്ന് വരികയാണ്. ഞാനും വൈഫും കൂടി വന്നതാണ്. എനിക്ക് മുട്ടുവേദന, മൂക്കിൻ്റെ ദശ, മൂക്കിൻ്റെ പാലം വളവ് എന്ന് പറഞ്ഞിരുന്നു. 3-ാമത്തെ ദിവസം തന്നെ മൂക്ക് നല്ല ഓപ്പണായി കിട്ടി. മുട്ടുവേദനയ്ക്കും നല്ല മാറ്റമുണ്ട്. പിന്നെ വായിൽ കൂടി രാവിലെ എണീക്കുമ്പോൾ രക്തം ഒക്കെ വന്നുകൊണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് അതിനും നല്ല മാറ്റമുണ്ട്. ഇവിടെ എത്തിച്ച അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നിസാർ സാദിന് നന്ദി. അസ്സലാമലൈക്കും. ഞാൻ 10 വർഷമായിട്ട് ഷുഗറും പ്രഷറൊക്കെ ഉണ്ടായിട്ട് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ മലപ്പുറം നിന്നാണ് വരുന്നത്. ഇടയ്ക്കാവുന്ന രത്നാണ് വരുന്നത്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 5 ദിവസമായി. ഇന്നൊക്കെ ഇന്ന് വന്നോടുകൂടി എൻ്റെ ഷുഗറിൻ്റെ മരുന്ന് കൊടുക്കാൻ നിർത്തിയിട്ടുണ്ട്. ഷുഗർ പിന്നെ 2 ബ്ലോക്കും ഉണ്ടായതാണ്. മരുന്ന് ഒന്നും ഇപ്പോൾ കുടിക്കുന്നില്ല. ഇപ്പോൾ ഒക്കെ ശരിയായിട്ട്. ഇപ്പോൾ കാലിന് ചെറിയ തരിപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. മറ്റൊക്കെ മാറിയിട്ടുണ്ട്. വളരെ മറ്റു വയറ്റിലൊന്നും പോയിട്ട് വയറ്റിലൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നിസാർ സാറിനോട് നന്ദി, നമസ്കാരം. എൻ്റെ സുഹൃത്തിൻ്റെ ഇതുവരെ ഷോക്ക് ഉണ്ടായിട്ട് സുഹൃത്തിൻ്റെ ഒരു കയ്യിലും ഇതുണ്ട്. അതിലൊന്നും ഡോക്ടറോട് പറഞ്ഞിട്ടില്ല. ചെയ്യുന്ന ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ചിറങ്കീഴ് പെരുമാറിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ യൂട്യൂബ് കണ്ട് അതിൻ്റെ റിസൾട്ടുകൾ കേട്ട് അറിഞ്ഞ് വന്നതാണ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞ് പലരും പറയണത് കേട്ട് 1 ദിവസം കൊണ്ട് രോഗം മാറുമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നാളെ പോയാണ്. ആദ്യം ആലുവായിലായിരുന്നു. അങ്ങനെ ആലുവായിൽ ചെന്നപ്പോൾ അവിടുന്ന് പറക്കി കെട്ടി പോയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഏത് അമേരിക്കയിലാണെങ്കിലും ഞാൻ അവിടെ പോയി കണ്ടിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ് തിങ്കളാഴ്ച കാലത്തെയാണ് നോക്കണേന്ന് പറഞ്ഞ് ഇവിടെ എത്തപ്പെട്ട് തിങ്കളാഴ്ച 1 മണി തൊട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു.
ഇവിടെ അടുത്തൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഭക്ഷണമൊക്കെ അവർ വീട്ടിൽ കൊണ്ട് തരും. ഇവിടെ റൂമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഇതുവരെ നിൽക്കുന്നു. അവിടെ വന്നതിന് ശേഷം വന്നതിൻ്റെ അന്ന് ഞാൻ ഒരു കൊതു അടുത്തൂടെ പോയി എൻ്റെ ഉറക്കം അപ്പം തന്നെ പോകും. അങ്ങനത്തെ എനിക്ക് ഇവിടെ വന്നത് പരിപാടി കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങി പിറ്റേന്ന് കാലത്ത് ഹോട്ടലിലെ ആളുകൾ വന്നാണ് എന്നെ വിളിച്ചുണർത്തിയത്. അത്ര പോത്തുറങ്ങും പോലെ ഉറങ്ങി. അവരിവിടെ വിചാരിച്ച് മരിച്ചു പോയിട്ടുണ്ട്. സാധാരണ തഹജ്ജുദിന് നമസ്കരിക്കാൻ എഴുന്നേക്കണ ഞാൻ ആ തഹജ്ജുദിന് പോലും എഴുന്നേക്കാൻ പറ്റിയില്ല. ആ അവസ്ഥയിലായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പം വയറ് ഈ വെള്ളം കുടിക്കുമ്പോൾ ഈ വയറ്റിൻ്റെ ഇവിടെ ഒരു എന്തേലും പൊങ്ങിയിരിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ അൽഹംദുലില്ലാ ആശ്വാസമുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് പലയിടത്തും മുട്ട് മാറ്റി വയ്ക്കണമെന്നൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാം. ഹോട്ടലും വേണമെങ്കിൽ ഞാൻ തന്നെ റൂമിൻ്റെ നമ്പർ തരാം എന്നൊക്കെ പറഞ്ഞു വന്ന് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാണ്, എന്നെ കാത്തിരിക്കുകയാണ്. ഇപ്പം എൻ്റെ നമ്പർ കിട്ടുന്നില്ല. ഞാൻ മരിച്ചുകൊണ്ടോ എന്ന് അറിയാൻ വയ്യ. കാര്യം ഇവിടെ വന്ന് ഓഫ് ചെയ്ത് വെച്ച് റൂമിൽ ചെന്ന് കിടത്തേണ് ജോലി. ഇപ്പോൾ ഫോൺ പോലും ഓഫ് ചെയ്യുന്നു, ഫോൺ ചെയ്യാറില്ല. ഞാൻ ഇന്ന് 2-3 പേരെടുത്തൊക്കെ വിവരം പറഞ്ഞ് ഞാനുണ്ട്, ഇന്നും ചികിത്സ ഉണ്ട്. ഇന്നത്തോടെ കഴിയുമ്പോൾ കുറച്ച് പേരുകളും കൂടെ അറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴും ഞാൻ പറയാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരും ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യേണ്ട. ഞാൻ ബസ്സാണെങ്കിൽ ബസ്, ട്രെയിനാണെങ്കിൽ ട്രെയിന് ഏത് കയറി വന്നോളാം. എല്ലാവരും കാറൊക്കെ പറഞ്ഞ് ഇന്ന കാറിൽ പോയി ഞങ്ങളും വരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഏത് വണ്ടിയിലും കയറി. ഞാൻ മക്കം മദീനയിൽ പിന്നെ 51 പ്രാവശ്യം ഹജ്ജ് ഉംറയും ചെയ്യാൻ പോയ ആളാണ്. അൽഹംദുലില്ലാ. അപ്പോൾ കുറേ പെണ്ണുങ്ങള് ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് റഹിയാനത്ത് ബീവി. എനിക്ക് 25 വർഷമായിട്ട് ഡയബറ്റിക് ഉള്ള ആളായിരുന്നു. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ 1500 mg ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു മെഡിസിന്. എനിക്ക് ശരീരത്തിന് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യ ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഷിവറിങ് ഉണ്ടാകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ വന്ന് എത്ര സമയം ഇരുന്നെങ്കിൽ പോലും എനിക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് 2 വർഷത്തോളമായി ഉപ്പൂറ്റി വേദനയായിരുന്നു. അതിന് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഇതെല്ലാം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷെങ്കിൽ എനിക്ക് ഒരിടത്തു നിന്നും ഒരു ആശ്വാസം കിട്ടിയില്ല. മെഡിസിൻ എടുക്കും തോറും വേദന കൂടുന്നതല്ലാതെ കുറയുന്ന ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഫസ്റ്റ് ടൈമിൽ ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ എൻ്റെ ഉപ്പൂറ്റി വേദന എനിക്ക് പൂർണ്ണമായിട്ടും മാറി. എനിക്ക് എത്ര ടൈം വേണമെങ്കിലും ഇരിക്കുവാനും അതുപോലെ തന്നെ കിടന്നിട്ട് എണീക്കുമ്പോഴൊക്കെ കാല് തറയിൽ കുത്താൻ പറ്റില്ലായിരുന്നു. അതിഭയങ്കരമായ വേദനയായിരുന്നു. കൂനിയായിരുന്നു ഞാൻ നടന്നു വെക്കൊണ്ടിരുന്നത്. അപ്പോഴേ ഞങ്ങൾ സാറിൻ്റെ വീഡിയോസ് മിക്കവാറും കാണുന്നുണ്ടായിരുന്നു. അപ്പോഴങ്ങനെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു, ഇങ്ങനെ ഒരു മരുന്നില്ലാത്ത ചികിത്സയുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ, ഇത്രയും നാളായിട്ടും മെഡിസിൻ്റെ പുറകെ നടന്നിട്ട് ഒരു കുറവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫാമിലി കൂട്ടായിട്ട് ആലോചിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ട്, പെരുമ്പാവൂര് ഉംറ ഗ്രൂപ്പിൽ വന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടിയെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്, അവിടെ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊന്ന് അറിയണമായിരുന്നു, ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അവരന്വേഷിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അവർക്ക് അനിയന് സർജറി ആവശ്യപ്പെട്ട ഒരു കേസ് പൂർണ്ണമായിട്ടും ഭേദമായി. അദ്ദേഹത്തിൻ്റെ പേര് മരക്കാർ എന്നാണ്. അവിടെ അനിയത്തിക്കും നന്നായിട്ട് ഭേദമായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരണമെന്ന് തോന്നി. അദ്ദേഹത്തോട് പപ്പ ഞങ്ങൾ പറഞ്ഞ ഡേറ്റിൽ ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചില്ല, അപ്പോഴിവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിറ്റേ സിറ്റിങ്ങിലേക്ക് ഞങ്ങൾ മാറ്റിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് മാറ്റമുണ്ട്. ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൈറോയിഡിൻ്റെ പ്രോബ്ലം കാരണം ഒരുപാട് നൊഡ്യൂൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സർജറിക്കൊന്നും പോയില്ല.
അവര് FNAC 1-2 തവണ എടുത്തു. പിന്നീട് വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തു. FNACക്ക് പിന്നെ പോയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ആ നൊടിയുളുകൾ എനിക്ക് തോന്നുന്നു കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ആരോഗ്യം നന്നായിട്ട് ഇപ്പം നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ കഴിയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ 40 വർഷമായിട്ട് കണ്ണട വെക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അന്ന് മുതൽ കണ്ണട മാറ്റി. എൻ്റെ ഹസ്ബൻഡും മകനും എൻ്റെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ 3 പേരും കണ്ണട മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും സാറിനോട് ചെയ്യുന്ന ഒരു നന്ദികേടായിരിക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മഹത്തായ വേദിയിൽ വന്ന് ഇത് സംസാരിക്കുവാനുണ്ടായ സാഹചര്യം. നമ്മൾ കൂടി നമ്മുടെ പ്രദേശത്തും നമ്മുടെ രാജ്യത്തും വിവിധ സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയുവാനും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമ്മൾ കാരണം അവർക്കൊരു പ്രചോദനമേകി അത് ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പൊതുസമൂഹത്തോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ മോഡേൺ മെഡിസിന്റെ പുറകെ പോയി നമ്മുടെ ആരോഗ്യവും സമ്പത്തും കളയുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇവിടെ വന്ന് മരുന്നില്ലാത്ത ഈ ചികിത്സ കൊണ്ട് നമ്മുടെ രോഗം ഭേദമാകട്ടെ. സാറിനും ഫാമിലിക്കും സാറിന്റെ ടീമിനും എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മോഡേൺ മെഡിസിൻ പോകേണ്ടവർ മോഡേൺ മെഡിസിൻ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് പറ്റൂലാത്ത ആളുകൾക്ക് മാത്രം വന്നാൽ മതി. എൻ്റെ പേര് ഉമ്മർ, പരപ്പനങ്ങാടി, മലപ്പുറം ജില്ല പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി. പിന്നെ ഞാൻ ഒരു 15 വർഷം കൊണ്ട് അതിൻ്റെ മേലെ കാലുവേദന, മുട്ടുവേദന, മെയിനായിട്ട് മുട്ടുവേദന. അപ്പോൾ പല ഡോക്ടർമാരും കാണിച്ച് പിന്നെ ഓപ്പറേഷൻ കഴിയാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താൽക്കാലികം തെറാപ്പി ചെയ്യുക, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു മജ്ജ സിറിഞ്ചിൽ വെച്ചിട്ട് കുത്തിവെക്കൽ, അത് പിന്നീട് ചെയ്യാം. ഇപ്പോൾ താൽക്കാലികം മസാജ് ചെയ്യുക, പിന്നെ പെയിനുള്ള ഗുളികൾ കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചൊക്കെ കഴിച്ച് പിന്നെ നിർത്തി വെച്ച് ഗുളിക കഴിക്കലില്ല. പിന്നെ ഒരു 10-15 വർഷമായിട്ട് ഞാൻ കണ്ണട ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു 80% എനിക്ക് ഈ ലൈറ്റുകളും കാര്യങ്ങളൊന്നും മങ്ങലില്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാനൊരു ലോക അത്ഭുതമായിട്ടാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇന്നലെ വരെ ഞാനിവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ട് കാണിച്ചു. അത് അവരാരും സുഖമില്ലാത്ത കുട്ടികൾ ഒച്ചപ്പാടും പാളവും കൈകൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആരുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റും. അത് ഭയങ്കര റിസൾട്ടായിട്ട് എനിക്ക് തോന്നി. തിങ്കളാഴ്ച വന്നപ്പോ ഉണ്ടായിരുന്ന അസ്വസ്ഥത, ചൊവ്വാഴ്ച ഉണ്ടായിരുന്ന കുട്ടികളുടെ കരച്ചില്, ആ കുട്ടികളൊക്കെ ഇന്നും ഇവിടെ ഉണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു പയ്യനൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും ചെറിയ കരച്ചിലല്ല. ഒരു മൊബൈലിന്റെ ഒച്ചയോ അല്ലെങ്കിൽ ഒരാൾ കൈയടിക്കുന്ന ഒച്ച ഒന്നും ഉണ്ടായിട്ടില്ല. നന്നായിട്ട് നിങ്ങളൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഇല്ലായിരുന്നല്ലോ, ശ്രദ്ധിക്കാൻ പറ്റില്ല. അതിലടിയിൽ ഉറങ്ങിക്കണ അറിയില്ല. പിന്നെ അതുപോലത്തെ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാനിവിടെ ഒരു ഫ്ലാറ്റിൽ കോണിയുള്ള ഫ്ലാറ്റിലാണ്, മുഹമ്മദ് ഖാൻ്റെ വീട്ടിലാണ് താമസിക്കണം. അപ്പുറത്തിൽ. അപ്പോൾ ഈ കാലം വരെ എനിക്ക് പിന്നെ പടി കയറുമ്പോൾ ചെരിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ടാണ് കയറുമ്പോൾ. ഇന്നെന്താ യാദൃശ്യമായിട്ട് തോന്നി, അന്ന് നന്നായിട്ട് കയറി നോക്കട്ടെന്ന് തോന്നി. കാല് സ്റ്റഡിയായിട്ട് വെച്ച് കണ്ട് ഓടിക്കയറാൻ പറ്റി, ഓടി അതേപോലെ ഇറങ്ങാൻ പറ്റി. അത് വളരെ സന്തോഷം. ഇന്നലെ വരെ സാറ് പേര് വിളിച്ചപ്പോൾ എനിക്ക് വന്ന് സംസാരിച്ചില്ല. ഇതൊരു കാര്യം മെയിനായിട്ട് പറഞ്ഞു ഇത്രയും വർഷത്തിൽ. ഓക്കെ, താങ്ക്സ്. എന്റെ പേര് അൻഷിഫ. ഞാൻ മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ മേലാറ്റൂർ ഭാഗത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ജൂണില് എനിക്ക് ഒരു ദിവസം ഉറങ്ങി വീശപ്പോ എനിക്ക് വലത്തെ കണ്ണ് ഒട്ടും കാണുന്നില്ല, ഫുള്ള് ഇട്ടായിട്ടാ കണ്ടിരുന്നേ. അതിൽ ഞങ്ങൾ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഓല് പറഞ്ഞു മൊബൈലിൽ കളിച്ചിട്ട് ഫോൺ കണ്ണടിച്ച് പൈക്കാണ് പറഞ്ഞു. എന്നിട്ട് കണ്ണട വാങ്ങി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മാറ്റവും ഇല്ല, അതേപോലെ. അതിൽ ഞങ്ങൾ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയി. ഓല് അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓല് പറഞ്ഞു നമുക്ക് ഇനി ഭക്ഷണത്തിൽ മാറ്റം വരുത്താം, പച്ചക്കറികൾ കഴിക്കാൻ പറഞ്ഞു. ആ കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ കണ്ണിന് ഇതേപോലെ ഉറങ്ങി എണീക്കുമ്പോൾ മങ്ങിയിട്ടായിരിക്കും കാണാം. എന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ 6 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കലായിരുന്നു, റിട്ടുക്സിമാബ് പറഞ്ഞിട്ട്. അതിൽ 6 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വെച്ചു, 2 വട്ടം വെച്ചു. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എനിക്ക് 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഈ മങ്ങൽ ഒന്നുകൂടി കൂടി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇഞ്ചക്ഷൻ കൂടി വെക്കാൻ പോയി. അതിൽ ഓല് പറഞ്ഞു ഇനി 14 ദിവസം കഴിഞ്ഞിട്ട് വെക്കാം, ഇനി റിട്ടുക്സിമാബ് വെക്കാൻ പറ്റൂല പറഞ്ഞു. അത് വെച്ച ആരോഗ്യം കുറയാണ്, ഇനി ഇൻഫെക്ഷൻ വരും, മാസ്ക് ഇട്ടിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ, ഇനി അങ്ങനെ പുറത്തെ ഭക്ഷണം അങ്ങനെ കഴിക്കരുതേ പറഞ്ഞു. എനിക്ക് എന്നിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. മരുന്ന് കയറ്റിയാൽ ഒരു ദിവസം എനിക്ക് മാറ്റം ഉണ്ടാവും, പിറ്റേ ദിവസം അതേപോലെ ആവും.
എന്നിട്ട് കോഴിക്കോടുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്നിരുന്ന ഒരാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി നോക്കി, മരുന്നൊന്നുമില്ല, ഞങ്ങൾ പോയി നോക്കിന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾ ഇങ്ങനെ വന്നു, തിങ്കളാഴ്ച വന്നു. ഇപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ പോകും. 80% എനിക്ക് മാറ്റമുണ്ട്. എനിക്ക് ദൂരത്തേക്ക് നോക്കുമ്പോൾ 2 കാര്യം കാണുക, അതിപ്പോ ഒക്കെ 1 എനിക്ക് പറ്റുന്നുണ്ട്. 80% മാറ്റമുണ്ട്. എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സാറിന്. നല്ല 14 വയസ്സുള്ള നീ ഇവിടെ വന്ന് പറഞ്ഞത് തന്നെ നിനക്ക് വെരി ഗുഡ്. ആ പറഞ്ഞതില് നഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. അവള് പറഞ്ഞത് കാഴ്ച മാത്രമല്ല സത്യത്തിൽ. കാഴ്ചക്ക് വേണ്ടിയിട്ട് ചികിത്സിച്ചിട്ട് ഒരു കണ്ണിന് കാഴ്ച ഫുള്ള് പോയി, മറ്റേതും പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് ചെറിയ ഗെയിം അല്ല. അപ്പൊ അവൾക്ക് മാറ്റം കിട്ടിയത് 14 വയസ്സിൽ അവൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. എന്നാൽ കുറെ ആളുകൾക്ക് സ്റ്റേജിലൊന്ന് പറയാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ നിർത്തുകയാണ്, കാരണം അടുത്ത സെഷൻ 12:30 ഉള്ളതുകൊണ്ട് അവർ വന്നിട്ടുണ്ടാവും. പക്ഷേ അതിന് മുമ്പ് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുന്നു, കിഡ്നി രോഗികൾക്കുള്ള മുദ്ര നിങ്ങൾക്ക് തന്ന ബുക്കിന്റെ ബാക്കിലുണ്ട്. കിഡ്നി രോഗികൾ നിർബന്ധമായിട്ട് പിടിക്കണം. ഷുഗർ രോഗികൾക്കുള്ള മുദ്ര അതിന്റെ ബാക്കിലുണ്ട്, നിർബന്ധമായും പിടിക്കണം. ഷുഗർ മാറോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മരുന്ന് കുടിക്കേണ്ടി വരില്ല. എന്തായാലും പറയണ മരുന്ന് കുടിക്കേണ്ടി വരില്ല. ഇനി എമർജൻസി ഉള്ള മുദ്രകൾ, ഹാർട്ട് അറ്റാക്കിന്റെ മുദ്രയും എല്ലാം അതിലുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പിടിക്കുക. പിന്നെ കുറച്ച് എക്സസൈസ്, ഈ ഒരു എക്സസൈസ് നോക്കിയോട്ടാ. മിണ്ടല്ലേ ഇവിടെ നോക്കിയേ, ഈ ഒരു എക്സസൈസ് നോക്കിയേ, സിമ്പിളാ. ഇങ്ങനെ പൊക്കുക, തള്ളവരല് പൊക്കുമ്പോ ചെറുവരല് പൊക്കുക, ഇടത്തേക്കയുടെ ചെറുവരല് നോക്കിയപ്പോ വലത്തേക്കയുടെ തള്ളവരല് പൊക്കുക, എന്നിട്ട് അത് മടക്കുമ്പോൾ അടുത്തായി നോക്കുക. അവർക്ക് കാണാനില്ല. ഈ കണ്ടവരിങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇത് താത്തുമ്പോ അടുത്തത് പൊക്കുക. അങ്ങനെ ഇങ്ങനെ 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 ആയി പോകരുത്. ഇങ്ങനെ 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 തന്നെ ആയിപ്പോണം. മനസ്സിലായോ? ഇങ്ങനെ 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 ചെയ്താൽ മെന്റൽ ഡിസീസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഉറക്കില്ലായ്മ, അവരൊക്കെ എന്താക്കുക, ഷുഗർ, അവരൊക്കെ വെറുതെ എന്താക്കുക, അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ തള്ളവരൽ നോക്കുമ്പോൾ പുറത്തെ കൈയുടെ ചെറുവരൽ നോക്കണം. സംഭവം കാണുമ്പോൾ സിമ്പിൾ ആണല്ലേ, ചെയ്ത് നോക്കും, മനസ്സിലാവും. ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് പോകരുത്. ക്ലിയർ? ഇത് വെക്കുമ്പോ ഇത് പൊങ്ങരുത്, ഇത് വെക്കുമ്പോ ഇത് ഇങ്ങനെ പൊങ്ങരുത്. ഒന്ന് വെക്കുമ്പോ മറ്റേത് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ എക്സസൈസ് ആണ്. ചെറിയ ചെറിയ എക്സസൈസുകൾ ഉണ്ട്. ഞാൻ എന്തായാലും അധികം വൈകാതെ കുറച്ച് വീഡിയോസിൽ കുറച്ച് എക്സസൈസ്, 1 മാസം നീളുന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ ടിപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഗർ രോഗികള്, കിഡ്നി രോഗികളൊക്കെ നിർബന്ധമായും കുറച്ച് എക്സസൈസ് ചെയ്യുക. നമ്മളിവിടെ ചരലിൽ നടക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഈ ആഴ്ച അധികം നടന്നിട്ടുണ്ടാവില്ല, കുറച്ചു പേരെ നടന്നിട്ടുണ്ടാവുള്ളൂ. വീട്ടിലൊക്കെ പോയിട്ട് മണ്ണി ചവിട്ടി നടക്കാൻ ശ്രമിക്കുക. ആരോ ഒരാളോട് പറയാൻ വന്നിട്ടുണ്ട്, അവരോടൊന്ന് പറഞ്ഞിട്ട് വേഗം ഇതോടെ തീരട്ടെ. വെയിറ്റ് ചെയ്യും. ഇത്ര നേരം ഇരുന്നില്ലേ? ഒരു 5 മിനിറ്റ്. എൻ്റെ പേര് ഫസ്ന, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് 2 വയസ്സാണ്. അവളുടെ ഒരു കണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോട്ടത്തിന് ഇത്തിരി വിഷയം ഉണ്ടായിരുന്നു, കോങ്കണ്ണ് പോലെ. അപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയിരുന്നില്ല. പിന്നെ എല്ലാവരും എന്നോട് ഇങ്ങനെ മോളെ ഡോക്ടറെ കാണിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ കണ്ണിന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മരുന്നൊഴിച്ച് കഴിഞ്ഞാൽ 1 ദിവസം കാണില്ല. അപ്പോൾ പിന്നെ അത് അവിടെ നിർത്തിയിട്ട് പോന്നു. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടിയുടെ കണ്ണ് ശരിയായത്. അപ്പം ഞാൻ ജസ്റ്റ് വന്ന് നോക്കി, അൽഹംദുലില്ലാ അവളുടെ കണ്ണ് ശരിയായി. ഇപ്പോൾ നേരെ തന്നെ നോക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി നോക്കാൻ പറയുമ്പോൾ അവർക്കൊന്നും പ്രശ്നം തോന്നുന്നില്ല, നോർമലായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നല്ല മാറ്റമുണ്ട്. അത് തിരിമായിരുന്നു. എല്ലാരും എന്നോട് പറയാൻ ബുദ്ധിമുട്ട് ആയിരുന്നു എല്ലാവർക്കും. പക്ഷെ എന്റെ ഉമ്മാട് എല്ലാരും അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ പറയും, കോങ്കണ്ണ് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പക്ഷെ ഇപ്പൊ അത് മാറി. കോങ്കണ്ണ് മാറുമെന്ന് ചോദിച്ചാൽ മാറുമെന്നുള്ളത് ഒരുപാട് വീഡിയോ ഉള്ളതാ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പുറം വേദനയായിരുന്നു, അൽഹംദുലില്ലാ അതും മാറി. ഇരിക്കാൻ അധികം നേരം പറ്റിയിരുന്നില്ല, മോളിലെടുത്ത് നടക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ അതെല്ലാം മാറി, ഇപ്പൊ ഒരു പ്രശ്നമില്ല. നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്, തെളിവായിട്ട് വരണം. ഒരാളെ വേഗം പറയും, വേഗം
അതെ, 11:30 വന്നവര് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അവിടെ വാതൊക്കെ നിൽക്കരുത്, കയറല്ലേ. കാരണം നിങ്ങൾക്ക് എന്തായാലും സ്പേസ് ഉണ്ടാവും. ഈ 500ഓളം ആള് 600ഓളം ആള് പുറത്തു പോകാനുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യാ. പറഞ്ഞോ. ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വരികയാണ്. ഒരുപാട് വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനേ സമയമുള്ളൂ, വേറെ ഒന്നിനും സമയമില്ല. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഷുഗറാണ്. ഷുഗർ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പാൻക്രിയാസ് സ്റ്റോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത്. സ്റ്റോൺ മാറാൻ വേണ്ടിയിട്ട് മെഡിസിൻ തന്ന് പിന്നെ ഇന്നലെ ലീഫ് വെച്ചവര് അവര് വീണ്ടും വീട്ടിൽ പോയി വെക്കേണ്ടതുണ്ട്. ഇനി എന്താ പറയാ, ഒട്ടും മാറിയിട്ടില്ല, എനിക്കിവിടെ വന്നിട്ട് ഒരു കുറവും കിട്ടിയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അവർ താഴെ ചെല്ലുക. നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ പോയി നിൽക്കുക. എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. സ്റ്റാഫിനെ കാണുകയും ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചേ മാറിയിട്ടുള്ളൂ, ഇനിയും കുറെ മാറാനുണ്ട്. അവര് നിർബന്ധമായും 12 സിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ 80, 70, 50 നിൽക്കുന്നവര് 24 സിറ്റിംഗ് ആക്കുന്നതും നല്ലതാണ്. പറഞ്ഞോ, പേപ്പർ. പാൻക്രിയാസിൽ സ്റ്റോൺ ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. സ്കാനിങ്ങിൽ സ്റ്റോണിന് മരുന്ന് തന്ന് ലിവർ കംപ്ലൈൻ്റ് ആയി, പിത്താശയം കംപ്ലൈൻ്റ് ആയി, ഗോൾ ബ്ലാഡറിൽ സ്റ്റോണായി. അങ്ങനെ രോഗങ്ങൾ കൂടി. ഷുഗർ ആണെങ്കിൽ ഹൈ ഷുഗർ 800, 900 അതിന് മുകളിലേക്ക് ഷുഗർ പോകാൻ തുടങ്ങി. ഇൻസുലിൻ 3 നേരം വയ്ക്കുന്ന എനിക്ക് ഇപ്പം ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇൻസുലിൻ ഞാൻ നിർത്തിവെച്ച് താഴേക്ക് എല്ലാവരോടും പോകരുതേ. ഒരു മാറ്റവും ഇല്ല എന്നുള്ളവരെ പോകാവുള്ളേ. കാരണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ടാ. താഴെ വേറെ ക്ലാസ് നടക്കണുണ്ട്, അക്യുപഞ്ചറിന്റെ ക്ലാസ് നടക്കണതാ. അപ്പൊ ഒരു മാറ്റം ഇല്ലാത്ത ചിലപ്പോ 5 പേരോ 2 പേരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ എനിക്കൊന്ന് കാണാനാ, മാറി നിൽക്കാൻ വേണ്ടി മാത്രം. അല്ലാത്തവർക്ക് വീട്ടിൽ പോകാം. വൈകിട്ട് 5 മണിക്കായിരിക്കും ട്രീറ്റ്മെന്റ് ഉണ്ടാവുക. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് ഇൻസുലിൻ നിർത്തിയിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തല കറങ്ങണുണ്ട്, അത് തുടക്കം തൊട്ടേ ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ഹീലിങ്ങിന് ഇരുന്ന ഒരു 10 മിനിറ്റിന് ശേഷം എനിക്ക് ഉള്ളില് സർജറി നടക്കുന്ന ഫീൽ ഞാൻ അറിഞ്ഞു. സർജറി നടക്കുന്നുണ്ട്, അതിൻ്റെതായ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, വീഴ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് എനിക്ക് രോഗം കൂടുകയല്ല, എനിക്ക് രോഗം കുറയാനുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ എറണാകുളത്ത് വന്നിട്ടാണ് അറിയുന്നതും. പക്ഷേ എനിക്കറിയില്ല, ഭയങ്കര ദൈവികത കിട്ടിയിട്ടുള്ള ഒരാളാണ് സാറെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ദൈവികത ഉണ്ട്, ദൈവികത ഇല്ലാത്ത മനുഷ്യന്മാരില്ല. ഇത് ചികിത്സ, ആത്മീയതായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തരുത്. ആത്മീയമല്ല, ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ ഒരാളാണ് നിസ സാർ എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി. കാരണം കിട്ടിയിരിക്കണതാ, നമ്മളറിഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ നിർത്തി. പുതിയ പേഷ്യൻസിനെ ശനിയാഴ്ചകളിൽ എടുക്കുമ്പോ തിങ്കളാഴ്ചകളിൽ പുതിയ പേഷ്യൻസിനെ എടുത്തിട്ട് അവരെ ശനിയാഴ്ച വിടുമ്പോ അവർക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ വരുന്നവരുണ്ടാവും ചില ആളുകൾ. അവർക്കൊരു മറുപടിയാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു രോഗചികിത്സയിലും എല്ലാവർക്കും മാറണമെന്നില്ല. കാരണം എല്ലാവരുടെയും മാറൂല. നമ്മൾ തന്നെ പറയാറുണ്ട് എല്ലാ രോഗവും മാറും, എന്നാൽ എല്ലാവരുടെയും രോഗം മാറൂല. കാരണം എന്തോ ഒരു കേടുണ്ടാവും. മനുഷ്യൻ ചെയ്യുന്ന പല കർമ്മങ്ങളും അവന്റെ പല പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. മനുഷ്യന്റെ പല കർമ്മങ്ങളും മനുഷ്യന്റെ ചില മാറാത്ത അവസ്ഥയിലേക്ക് അവനെ എത്തിക്കുന്നതാണ്. കാരണം അവൻ ചെയ്യുന്ന കേടുകൾ, അവൻ ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പണികൾ അവന് പലപ്പോഴും ചില രോഗങ്ങളെ മാറ്റില്ല. അങ്ങനെ മാറില്ലാത്ത രോഗങ്ങളുണ്ട്, എന്നാൽ കുറച്ച് സമയം പിടിച്ചു മാറേണ്ടുന്ന രോഗങ്ങളുണ്ട്. ഇത് കേവലം 4-5 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടുകളാണ് ഈ പറഞ്ഞത്. എല്ലാവരുടെയും റിസൾട്ട് പറയിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ആളുകളെ പറ്റി പറയിപ്പിക്കുന്നത്. ഇതെല്ലാ ആഴ്ചയിലും തുടരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇവിടെ വന്നു പോകുന്നവർക്ക് റിസൾട്ട് ഇല്ല എന്ന് ആരെങ്കിലും കിംവദന്തി വരുത്താൻ ശ്രമിച്ചാൽ അതിന് മറുപടി ഞങ്ങളുടെ ലൈവിൽ കിടപ്പുണ്ടെന്ന്. ലൈവ് എടുക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഇത് എഡിറ്റ് ചെയ്ത് പറയുന്നതല്ലെന്ന് തിരിയാൻ,
ഇത് ഇന്ന് മാത്രം ഇറക്കുന്ന വീഡിയോ അല്ല, എല്ലാ തിങ്കളും ശനിയും വീഡിയോ ഉണ്ട്. തിങ്കളാഴ്ച നമ്മൾ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ശനിയാഴ്ച അവർ പോകുന്ന വീഡിയോ ആണ് ഇറക്കുന്നത്. ഇതെന്തിന്? മരുന്നില്ലാതെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എത്താൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും ഇതിലേക്ക് വരണ്ട, എല്ലാവരും വരരുത്. കാരണം മരുന്ന് കുടിച്ച് ജീവിക്കണം, സന്തോഷത്തിൽ മരുന്നോട് കൂടി ജീവിക്കണം എന്നുള്ളവർക്ക് ഇത് ആവശ്യമില്ല. മരുന്നിൽ നിന്നൊരു മോചനം, ശരീരത്തിന്റെ പ്രശ്നങ്ങൾക്കൊരു മോചനം ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു സമാധാനത്തിന്റെ വേർഡാവാം. അതുകൊണ്ടാണ് NYL ഹീലിംഗിന്റെ ലൈവ് വീഡിയോ ശനിയും തിങ്കളും വരുത്തുന്നത്. ഇനിയും കാണാം NYL ഹീലിംഗിന്റെ പുതിയ അനുഭവങ്ങളിലേക്ക്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഇവിടെ നടക്കുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ ഒരാൾക്ക് ഫിക്സ് വന്നു. ആ ഫിക്സ് വന്നപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, താക്കോല് കൊടുത്തില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഫിക്സ് വന്നാൽ എന്താ ചെയ്യാ? താക്കോലുണ്ടായി കിടക്കുകയാണ്. അതിന്റെ കൂടെ നിങ്ങൾ അലമാരിയുടെ പൂട്ടുകൂടി കൊടുക്കണം. കാരണം ഫിക്സ് വന്നാൽ താക്കോല് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഫിക്സ് വന്നാൽ അതിന്റെ സമയമാകുമ്പോൾ മാറലാണ്. എന്നാൽ നമുക്ക് ചില മുദ്രകളുണ്ട്, ചില പോയിന്റിൽ പ്രസ് ചെയ്താൽ ഫിക്സ് സ്പോട്ടിൽ മാറിക്കോളും. ഒന്നും വലിയ സംഭവമല്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം കണ്ടാൽ സാധാരണ തലത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് തിരിഞ്ഞാൽ മതി. ഇതൊക്കെ മാറ്റാൻ നമ്മുടെ കൈവെള്ളയിലും കാൽവെള്ളയിലൊക്കെ പോയിന്റുകളുണ്ട്. ഇതൊക്കെ പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പഠിക്കാൻ തയ്യാറുള്ളവർക്ക് പഠിക്കാം. അവനവന്റെ വീട്ടിലെ ഡോക്ടർ ആവാനുള്ള മാർഗങ്ങളും ഇവിടെ ഉണ്ട്. അതുകൂടി പറയാം, വിദ്യാഭ്യാസം നല്ലതാണ്. കാരണം പറ്റിക്കപ്പെടാതിരിക്കാൻ നല്ലതാണ്. രോഗചികിത്സയിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വിവരം ഉണ്ടാവാന്നുള്ളൂ. നമുക്ക് കുറച്ച് വിവരം ഉണ്ടെങ്കിൽ പണിയെടുക്കുന്ന കാശ് കയ്യിലിരിക്കും. എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് കോഴ്സുകളുണ്ട്, വേണമെങ്കിൽ മേടിച്ച് പഠിച്ചോളൂ. ലീഫ് തെറാപ്പിയുടെയും മുദ്ര തെറാപ്പിയുടെയും കോഴ്സ് പ്ലേ സ്റ്റോറിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആൻഡ്രോയിഡ് ഫോണിൽ NYL ഹീലിംഗിൻ്റെ NYL ലീഫ് തെറാപ്പി, NYL മുദ്ര തെറാപ്പി, ഇതിൻ്റെ റെക്കോർഡർ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. കോഴ്സുകൾ നടക്കുന്നുണ്ട്. കാരണം മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് പഠിക്കുകയും ചെയ്യാം, കുടുംബത്തിൽ കൊടുക്കുകയും ചെയ്യാം.